അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ പവിത്രമായ നമ്മുടെ ആത്മീയമായ ഉന്നമനത്തിന്, ആത്മീയമായ ഉയർച്ചയ്ക്ക്, അതുപോലെ തന്നെ ഭൗതികവും ആത്മീയവുമായ പല നേട്ടങ്ങളും അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട അമല് ഏതാണ് എന്റെ ജീവിതത്തിൽ ഞാൻ പകർത്തേണ്ടത്, ഞാൻ ചെയ്യേണ്ടത് എന്ന് പല സ്വഹാബികളും ചെന്ന് മുത്തുനബിയോട് ചോദിക്കുന്ന സമയത്ത് പലരോടും ഉപദേശമായിട്ട് നൽകിയ, എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ നീ ഉണർന്ന് നിന്റെ നാഥന് വേണ്ടി നിന്റെ നാഥന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുക, നിസ്കരിക്കുക എന്ന് പറഞ്ഞ ആ നിസ്കാരത്തെക്കുറിച്ച്, തഹജ്ജുദ് എന്ന നിസ്കാരം നമ്മളൊക്കെ വളരെ പരിഭാവനമായി, വളരെ പരിശുദ്ധിയോടുകൂടെയും ആത്മീയ വഴിയിൽ വളരെ കൂടുതൽ നമുക്ക് ഫലം ചെയ്യുന്ന നിസ്കാരമാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആ നിസ്കാരം, തഹജ്ജുദ് എന്ന പേരിന്റെ ആ വാക്കിന്റെ അർത്ഥം തന്നെ ഉറക്കൊഴിക്കുക എന്നാണല്ലോ. ആ നിസ്കാരത്തിന് എപ്പോഴും ഉറങ്ങി എഴുന്നേറ്റതിന്റെ ശേഷമായിരിക്കുക എന്നുള്ള ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിന് ആ പേര് ഉണ്ടാവാൻ തന്നെയുള്ള കാരണം. തഹജ്ജുദ് നിസ്കാരം, അതിന്റെ കൃത്യമായ സമയം എപ്പോഴാണ്, ഏതെല്ലാം സൂറത്തുകളാണ് അതിൽ ഓതേണ്ടത്, അത് എത്ര റക്അത്താണ്, നിയ്യത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് തുടങ്ങി വളരെ കൂടുതൽ കാര്യങ്ങൾ പലരും ആവശ്യപ്പെടുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും വളരെ കുറഞ്ഞ സമയത്തിൽ ആ വിഷയങ്ങളൊക്കെ നമ്മൾ പറയുകയാണ്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് തഹജ്ജുദിന്റെ സമയം. ഇശാ നിസ്കരിക്കുകയും രാത്രി ഉറങ്ങി എഴുന്നേൽക്കുകയും ചെയ്ത ഒരാൾക്കാണ് തഹജ്ജുദ് നിസ്കാരം സുന്നത്താകുന്നത്. ഇശാ നിസ്കാരത്തിന്റെ മുമ്പ് ഒരാൾ ഉറങ്ങുകയും അതിന്റെ ശേഷം എഴുന്നേറ്റ് ഇശാ നിസ്കരിക്കുകയും ചെയ്ത് എന്നിട്ട് തഹജ്ജുദ് നിസ്കരിച്ചാൽ അപ്പോഴും അതിന്റെ സമയം തന്നെയാണ്. അതായത് ഉറക്ക് ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണോ ഉറങ്ങേണ്ടത്, അതല്ല അതിന്റെ മുമ്പ് ഉറങ്ങിയാലും പരിഗണിക്കുമോ? മുമ്പുറങ്ങിയാലും പരിഗണിക്കുമെന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. മറ്റു അഭിപ്രായങ്ങളും അവിടെ ഉണ്ട്. ഏതായാലും ഉറങ്ങി എഴുന്നേൽക്കണമെന്നും അതുപോലെ ഇശാ നിസ്കരിക്കണമെന്നുമുള്ള നിബന്ധനയുണ്ട്. എന്നാൽ പ്രത്യേകമായിട്ട് തഹജ്ജുദ്, സെപ്പറേറ്റ് ആയിട്ട് തഹജ്ജുദ് തന്നെ അതിന്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് നിസ്കരിക്കാവുന്നതാണ്. അതാണ് എപ്പോഴും പ്രതിഫലാർഹമായത് എന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഉള്ളത്, ഇശാ നിസ്കരിച്ചതിന് ശേഷം ഉറങ്ങി എഴുന്നേറ്റ് അവൻ എന്ത് നിസ്കരിച്ചാലും അതിലൂടെ അവന്റെ തഹജ്ജുദിന്റെ നിസ്കാരം, തഹജ്ജുദിന്റെ പ്രതിഫലം അവന് ലഭിക്കും, അതിന്റെ കൂലി അവന് ലഭിക്കും. ഉദാഹരണത്തിന് ഒരാള് ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഉറങ്ങി എഴുന്നേറ്റ് അവന് പകൽ സമയത്ത് ഖളാ ആയി പോയതെങ്കിലും നിസ്കാരം അവൻ ഖളാ വീട്ടുകയാണെങ്കിൽ, ളുഹറോ അസ്റോ ഒക്കെ ഖളാ വീട്ടുകയാണെങ്കിൽ അതിലൂടെയും അവന് തഹജ്ജുദിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രതിഫലം അവന് ലഭിക്കും. എന്നാൽ തഹജ്ജുദ് എന്നുള്ളത് കൃത്യമായിട്ട് അത് തന്നെ നിസ്കരിക്കേണ്ടതാണ് എന്നതുകൊണ്ട് അതിന്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കണമെങ്കിൽ അവന് തഹജ്ജുദ് എന്നുള്ള നിയ്യത്ത് വെച്ചുകൊണ്ട് തന്നെ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് പറയേണ്ടതില്ല. ഏതായാലും തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് സുബഹി വരെയുള്ള, സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പുള്ള ഏത് സമയത്തും അവന് നിസ്കരിക്കാവുന്നതാണ് ഈ നിബന്ധനകളോടുകൂടെ. അതിന്റെ നിയ്യത്ത് തഹജ്ജുദിൽ നിന്നുള്ള 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് നിസ്കരിക്കുന്നു എന്ന് ആണ് നിയ്യത്ത് ചെയ്യേണ്ടത്. വലിയ ബുദ്ധിമുട്ടൊന്നുള്ള നിയ്യത്തോ അല്ലെങ്കിൽ അതിൽ ചെയ്യേണ്ട കാര്യങ്ങളോ ഒന്നും അങ്ങനത്തതൊന്നുമില്ല. വളരെ കൃത്യമായി നമ്മൾ സാധാരണ ഒരു സുന്നത്ത് നിസ്കാരം പോലെ നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന നിസ്കാരം തന്നെയാണ് ഇത്രയും പവിത്രതയുള്ള തഹജ്ജുദ് നിസ്കാരം. തഹജ്ജുദ് നിസ്കാരം എത്ര റക്അത്താണ്? ചുരുങ്ങിയത് 2 റക്അത്താണ്. കൂടിയാൽ അതിന് കണക്കില്ല, എത്ര റക്അത്തും നിസ്കരിക്കാവുന്നതാണ്. ഏറ്റവും ചുരുങ്ങിയത് 2, കൂടുതൽ എത്രയാണോ നിസ്കരിക്കാൻ കഴിയുക അത്രയും നീട്ടിക്കൊണ്ടുപോയി റക്അത്തുകൾ എണ്ണം കൂടുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനത്തെ ഒരു നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. തഹജ്ജുദ് നിസ്കാരത്തിൽ ഏത് സൂറത്താണ് ഓതേണ്ടത് എന്നാണ് പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യം. തഹജ്ജുദ് നിസ്കാരത്തിൽ പ്രത്യേകമായിട്ട് ഏതെങ്കിലും നിശ്ചിത സൂറത്തുകൾ ഓതണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹദീസോ അല്ലെങ്കിൽ നിബന്ധനയോ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഏത് സൂറത്തും ഓതാം എന്നുള്ളതാണ് തഹജ്ജുദ് നിസ്കാരത്തിന്റെ മറ്റൊരു പ്രത്യേകത. നമുക്കറിയുന്ന ഏത് സൂറത്തോടുകൂട്ടും നമുക്ക് നിസ്കരിക്കാവുന്നതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായിട്ട് ചില കാര്യങ്ങൾ തഹജ്ജുദിലെ ഖിറാഅത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് പറയുന്നത് കാണാം, തഹജ്ജുദ് നിസ്കാരത്തിൽ 10 ആയത്തുകൾ ഓതിക്കൊണ്ട് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ, 10 ആയത്തുകൾ ഉൾപ്പെടുന്ന സൂറത്ത് അല്ലെങ്കിൽ 10 ആയത്തുകൾ വലിയ സൂറത്തിൽ നിന്നാണെങ്കിലും 10 ആയത്തുകൾ ഓതിക്കൊണ്ട് ഒരാൾ തഹജ്ജുദ് നിസ്കരിക്കുകയാണെങ്കിൽ അവന് ഗാഫിലീങ്ങൾ എന്ന് പറയുന്ന അശ്രദ്ധർ, ഇബാദത്തുകളിൽ അശ്രദ്ധർ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകളിൽ അശ്രദ്ധർ, നല്ല കാര്യങ്ങളിൽ അശ്രദ്ധർ, ഇങ്ങനെ അശ്രദ്ധർ എന്ന് പറയുന്ന വിഭാഗത്തിൽ അവൻ പെടില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്,
100 ആയത്തുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരാള് നിസ്കരിക്കുകയാണെങ്കിൽ, 100 ആയത്തുകൾ ഓതിക്കൊണ്ടാണ് തഹജ്ജുദ് നിസ്കരിക്കുന്നത് എങ്കിൽ അവൻ ആബിദീങ്ങൾ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആബിദീങ്ങൾ എന്ന പട്ടികയിൽ അവന്റെ പേര് അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതി ചേർക്കും. എന്നാൽ മുത്തുനബി തന്നെ പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളതാണ്. 1000 ആയത്തുകൾ ഉൾക്കൊള്ളുന്ന സൂറത്തുകൾ ഓതിക്കൊണ്ട് അവൻ നിസ്കരിക്കുകയാണെങ്കിൽ, തഹജ്ജുദ് നിസ്കരിക്കുകയാണെങ്കിൽ, അവന് ആബിദീങ്ങളിലും ഉന്നതരായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ലിസ്റ്റിൽ അവന്റെ പേര് അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതി ചേർക്കുമെന്ന് അവിടെ പറയുന്നുണ്ട്. ചെറിയ സൂറത്തുകൾ ഓതി നമ്മൾ സാധാരണ നിസ്കരിക്കുമ്പോൾ, ഇതിലേക്കൊന്നും പോകാതെ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അറിയുന്ന സൂറത്ത് ഓതിക്കൊണ്ട് സാധാരണ 2 റക്അത്ത് നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കാൻ പറ്റിയ ഒരു നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ തഹജ്ജുദ് പതിവായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് തഹജ്ജുദ് ഒഴിവാക്കൽ കറാഹത്താണ് എന്നുള്ളൊരു കാര്യം കൂടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരടക്കം ആ കാര്യം പറയുന്ന സ്ഥലങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. തഹജ്ജുദ് പതിവായി നിസ്കരിക്കുന്ന ഒരാളെ അതിനുവേണ്ടി വിളിച്ചുണർത്തൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. മാത്രവുമല്ല, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന ഒരാൾക്ക് കൈലൂലത്തിന്റെ ഉറക്ക് എന്ന ഒരു ഉറക്ക് പ്രത്യേകം സുന്നത്തുണ്ട്. അത് ളുഹറിന്റെ തൊട്ട് മുമ്പായിട്ട് അല്പസമയം ഉറങ്ങുക, അതും നല്ല സുന്നത്തായ ഒരു കാര്യമാണ്. ഇങ്ങനെ തഹജ്ജുദ് സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു ചില സുന്നത്തുകൾ കൂടെ അതിന്റെ കൂട്ടത്തിൽ നൽകുന്നുണ്ട്. വലിയ പ്രതിഫലമുള്ള നിസ്കാരമാണ് എന്നുള്ളതിൽ സംശയമില്ല. പലർക്കും എന്തൊക്കെയാണ് തഹജ്ജുദിന്റെ ശ്രേഷ്ഠതകൾ എന്ന് പലരും അന്വേഷിക്കാറുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസുകൾ തന്നെ ഇമാം ഹാക്കിം തങ്ങളും തുർമുദി ഇമാമും ബൈഹഖി ഇമാമും അങ്ങനത്തെ പല ഹദീസ് വ്യാഖ്യാതാക്കളും അതിന്റെ ഗ്രന്ഥരചയിതാക്കളും അവരുടെ ഗ്രന്ഥങ്ങളിൽ പല രൂപത്തിലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ശ്രേഷ്ഠതകൾ പറയുന്ന ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആരും കാണാത്ത, ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആരും കാണുകയോ കേൾക്കുകയോ രുചിക്കുകയോ അനുഭവിക്കുകയോ ഒന്നും ചെയ്യാത്ത സ്വർഗത്തിലുള്ള പ്രത്യേക പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ദോഷങ്ങൾ പൊറുക്കപ്പെടും. മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, തഹജ്ജുദിന്റെ രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത്, ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്നവർക്ക് അവർ ചെയ്തു പോകുന്ന ദോഷങ്ങളെല്ലാം അത് കാരണത്താൽ പൊറുക്കപ്പെടും. അതുപോലെ തന്നെ അവന്റെ ദുആഇന് പ്രത്യേകമായിട്ട് ഉത്തരം ലഭിക്കും. അതുപോലെ തഹജ്ജുദ് കൃത്യമായിട്ട് അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ ആത്മാർത്ഥമായിട്ട് മറ്റു ഒരു ലക്ഷ്യവുമില്ലാതെ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന് വേണ്ടി തന്നെ നിസ്കരിക്കുകയാണെങ്കിൽ അവന് വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വളരെ വലിയ ഒരു പ്രതിഫലം ലഭിക്കുമെന്ന് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ തഹജ്ജുദിന്റെ പ്രതിഫലമായിട്ട്, അതിന്റെ മഹത്വമായിട്ട് ഒരാൾക്ക് മാനസികമായിട്ട് വരുന്ന, ഹൃദയത്തിന് വരുന്ന ആത്മീയ രോഗങ്ങൾ, അസൂയയും കിബറും ഉജ്ബും അതുപോലെയുള്ള ആത്മീയ രോഗങ്ങൾ, ദുസ്വഭാവങ്ങൾ, അതെല്ലാം അവന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കപ്പെടും, മാറ്റി നൽകപ്പെടും. തഹജ്ജുദ് നിസ്കാരം ആ ഹൃദയ രോഗങ്ങൾക്കുള്ള, ആത്മീയ ദുസ്വഭാവങ്ങൾക്കുള്ള ഔഷധമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അവിടുത്തെ അദ്കിയയിൽ തന്നെ ആ വിഷയം സൂചിപ്പിക്കുന്നുണ്ട്. വദാവാഉ ഖൽബിൻ ഖംസത്തുൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബൈത്തിലൂടെ ഹൃദയ രോഗങ്ങൾക്കുള്ള മരുന്ന് 5 അതിലൊന്ന് തഹജ്ജുദ് നിസ്കാരമാണെന്ന് ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തഹജ്ജുദ് പതിവാക്കുന്നവർക്ക് സ്വർഗത്തിലേക്ക് അവർ വരുന്നത് സ്വർണം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട കുതിരപ്പുറത്തേറിക്കൊണ്ട് അഭിമാനത്തോടുകൂടെ, അന്തസ്സോടുകൂടെ ഒരു രാജകീയമായ വരവായിരിക്കും അവർ സ്വർഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാവുക എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹു ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്വർഗത്തിൽ സ്വർണത്തിന്റെ കൊട്ടാരം അവർക്ക് വേണ്ടി നിർമ്മിക്കപ്പെടും, പളങ്കിന്റെ കൊട്ടാരം നിർമ്മിക്കപ്പെടും. അതിന്റെ പുറത്തു നിന്ന് നോക്കിയാൽ തന്നെ ഉള്ളിലെ കാഴ്ചകൾ കാണുന്ന, ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറത്തെ കാഴ്ചകൾ കാണുന്ന പളങ്ക് കൊണ്ട് നിർമ്മിക്കപ്പെട്ട കൊട്ടാരങ്ങൾ അവർക്ക് നിർമ്മിക്കപ്പെടുമെന്ന് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഇങ്ങനെ അതിമഹത്തായ പല ശ്രേഷ്ഠതകളും പ്രത്യേകതകളും പ്രതിഫലങ്ങളും നേടിയെടുക്കാൻ പറ്റിയ ഒരു നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിക്കാനുള്ള വലിയ ഭാഗ്യം നമുക്ക് നൽകട്ടെ. നമ്മുടെ നിസ്കാരങ്ങളും ഇബാദത്തുകളും എല്ലാം അല്ലാഹു കബൂലാക്കട്ടെ. എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും ഖൈറിലും റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.